കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാനൊരു ഫ്ലൂട്ട് ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ചെറിയൊരു ട്യൂണ് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിനകത്തും ഒരുപാട് പേര് ആ ട്യൂണ് ഒന്ന് പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചായിരുന്നു. സ്നേഹിതനെ എന്നുള്ളൊരു പാട്ടുണ്ട്, തമിഴ് പാട്ട്. സ്നേഹിതനെ സ്നേഹിതനെ. അപ്പോൾ ഇതിനകത്തുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം 2 ലൈനേ ഉള്ളൂ. 2 ലൈനേ ഉള്ളൂ. നമ്മൾ റിപ്പീറ്റ് വായിക്കുക. ഇതിനകത്ത് കോമൽ സ്വരം വരുന്നുണ്ട്. നീ കോമല, നീ മാത്രമേ ഉള്ളൂ കോമൽ വരുന്നത്. പഠിക്കാൻ പാടുണ്ടെന്നല്ല, കോമൽ സ്വരം അറിയാത്തവർക്ക് അത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ഈയുടെ ഫ്ലൂട്ടാണ് കേട്ടോ. ഈ സ്കെയിലാണ്. ഏത് ഫ്ലൂട്ട് വേണമെങ്കിലും എടുക്കാം. ഞാൻ എടുത്തേക്കുന്ന ഈയുടെ സ്കെയിലാണ്. മായിൽ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. മാ ഗ മ ഗ മ ഗരി, മാ ഗ മ ഗ മ ഗരി. നിങ്ങൾക്ക് ഈ പാട്ട് അറിയത്തില്ലെങ്കിൽ നിങ്ങളിത് പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കണം. ഈ സ്നേഹിതനെ സ്നേഹിതനെ എന്ന് തുടങ്ങുന്ന ആ പാട്ടിൻ്റെ തുടക്കത്തിൽ ഒരു ലൈനുണ്ട്. അല്ലെങ്കിൽ ട്യൂൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇത് പഠിക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ട്യൂണ് കിട്ടത്തില്ല. ഏത് ട്യൂണാണെന്ന് അറിയാതെ നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ട്യൂൺ എന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ. മാ ഗ മ ഗ മ ഗരി. അപ്പോൾ പെതുക്കാണ് വായിച്ചു പഠിക്കാൻ. മാ ഗ മ ഗ മ ഗരി. ഈ മായ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഗായിലാണ് ടച്ച് ചെയ്യുന്നത്. മനസ്സിലായോ? മായല്ല, വെറും മായല്ല. ഇങ്ങനല്ല വായിക്കുന്നത്, ഇങ്ങനല്ല വായിക്കുന്നത്. മായ എന്ന് പറയുമ്പോൾ നമ്മൾ ഗായിൽ ചെറിയ ടച്ച് ചെയ്യണം. മാ ഗ മ ഗ മ ഗരി. മാ ഗ മ ഗ മ ഗരി സാരി ഗരി സാരി നീത. നീ കോമലാണ്. എല്ലാ ലൈനകത്തും നീ കോമലാണ് വരുന്നത്. അത് ശ്രദ്ധിച്ചോണം. നീ കോമല. പെതുക്കെ വായിച്ച് പഠിക്കണം. സാരി ഗരി സാരി നീത മ ഗ മ ഗ മ ഗരി സാരി ഗരി സാരി നീത. ഞാൻ എൻ്റെ താഴത്തെ ഭാഗം ഹൈ പിച്ച് അല്ല, ഇത് ലോ പിച്ചായിരുന്നേ. എല്ലാം ലോ പിച്ച് തന്നെ. ഹൈ പിച്ച് വരുമ്പോൾ ഞാൻ പറയും കേട്ടോ. ഇത് ലോ ആണ്. എന്തല്ലോ പ പ സ സ. പ പ സ സ സ. 3 സായുണ്ട്. പ പ സ സ സരി, പ പ സ സ സരി നീത, പ പ സ സ സരി, പ പ സ സ സരിയ, പ പ സ സ സരി നീത, പ പ സ സ സരി നീത. വായിച്ചേപ്പിക്കാം. പതുക്കെ വായിച്ചേപ്പിക്കാം. അത് വായിക്കുന്നുണ്ടോ? സ സ സരി. അടുത്ത നീ വരണം. പ പ സ സ സരി നീത. മനസ്സിലായല്ലോ? അതിൻ്റെ അടുത്ത് വരുന്നത് ആ ദായിലാണ് നമ്മൾ നിർത്തുന്നത്. ആ ദായി തന്നെ വീണ്ടും തുടങ്ങണം. ധനിതാപ്പ ധനിതാപ്പ. കോമലാണ്. ധനിതാപ്പ ദ ദ നി ധനി ധനിതാപ്പ ധനിതാപ്പ പ പ സ സരി നിതാപ്പ. എൻ്റെ ബാക്കി ലൈൻ കേട്ടോ. ധനിതാപ്പ കഴിഞ്ഞിട്ടുള്ള ലൈനാണ് പറയുന്നത്. ധനിതാപ്പ പ പ സ സരി നിതാപ്പ. ധനിതാപ്പ പോലെ വായിച്ചേപ്പിക്കാം. ധനിതാപ്പ. പായിലോട്ട് പെതുക്കെ വരണം. പാ നമ്മൾ വായിക്കത്തില്ലെങ്കിലും പതുക്കെ ലാസ്റ്റ് ഫിംഗർ താഴോട്ട് വരണം. ഈ ലാസ്റ്റ് ഫിംഗർ പ പ സ സ സരി നീത ധനിതാപ്പ
പ പ സ സ രി നി ദ പ പ പ സ സ സ രി നി ദ ധ നി ദ പ പ പ സ സ രി നി ദ പ. ഓക്കെ, ഇതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഡിസ്പ്ലേയിലും കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരത്തില്ല. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ വായിച്ചെടുത്തൊന്ന് വീണ്ടും ഫസ്റ്റ് ലൈൻ മുതൽ വായിക്കണം. മഗ മഗ മഗരി സരി ഗരി സരി നീത പാപ സരി നീത പ ധനിത പ പാപ സരി നീത പ. ആദ്യം ഒന്ന് വായിച്ചിട്ട് വീണ്ടും അത് രണ്ടാമത് റിപ്പീറ്റ് ഒന്നുകൂടെ വായിക്കണം. 2 പ്രാവശ്യം ലൈൻ ഉണ്ട്, ഓർത്തോണം മേള് മുതൽ. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. ഇത് നമ്മൾ എടുക്കുന്നത്, ഇത് റിസസ എന്നാണ് വരുന്നതെങ്കിലും നമ്മൾ സായിൽ നിന്നാണ്, റിസസ എന്നാണ് നോട്ടെങ്കിലും നമ്മൾ സായിൽ നിന്ന് വേണം എടുക്കാൻ. മനസ്സിലായോ? റിസസ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സായി വേണം എടുക്കാൻ. രീ എന്ന് പറയുമ്പോൾ സായിൽ നിന്ന് വേണം എടുക്കാൻ. രീ സ സരി രീ സ സരി പപ്പ ദ പ ഗരി സ പപ്പ ദ പ ഗരി സ. ഈ പ ഹൈ പിച്ചാണ്, ഈ ഒരു പ വരുന്ന ഹൈ പിച്ചാണ്. നമ്മൾ വാ വെച്ച് തന്നെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ചുണ്ട് മേപ്പോട്ട് താപ്പോട്ട് തല വെക്കിയാൽ മതി. ചുണ്ട് ഇതേപോലെ തല വെച്ച് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ സംഭവം കറക്റ്റായിട്ട് കിട്ടും. തല വെച്ച് തന്നെ നമ്മൾ ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പം സൗണ്ട് കയറി ഇറങ്ങി കേൾക്കും. ഫ്ലൂട്ടിൻ്റെ അകത്ത് നമ്മൾ തല ഇങ്ങനെ ആക്കുമ്പോൾ, മേലോട്ട് പൊക്കുമ്പോൾ ആ ഒരു ശബ്ദം മേലോട്ട് കയറി താഴോട്ടിറങ്ങും ഓട്ടോമാറ്റിക്കലി. 2 പ്രാവശ്യം അതാക്കണം. പപ്പ ദ പ പപ്പ ദ പ ഗരി സ പപ്പ ദ പ ഗരി സ. ആ സംഭവം വരുമ്പോൾ തല ഇങ്ങനെ ആക്കിയാൽ മതി. ഇങ്ങനെ മേപ്പോട്ടും താപ്പോട്ടും. മനസ്സിലായല്ലോ? റീസസ എന്ന് പറഞ്ഞാൽ നമ്മൾ സായിന്നാണ് എടുക്കുന്നത്, അത് എപ്പോഴും ഓർക്കണം. റീസസ സരി റീസസ സരി പപ്പ ദ പ ഗരി സ പപ്പ ദ പ ഗരി സ. ഇനി ബാക്കി വരുന്നത് നമ്മൾ ഫസ്റ്റ് വായിച്ച ആ ലൈൻ്റെ കൂട്ട് തന്നെ വരുന്നത്. രീ സ സരി രി പപ്പ ദ പ ഗരി സ രീ സ സരി രി പപ്പ ദ പ ഗരി സ രീ സ സരി രി പപ്പ ദ പ ഗരി സ. പിന്നെ നമ്മൾ നേരത്തെ വായിച്ച അതേ സെയിം ലൈൻ തന്നെ. പാപ്പ സ സരി നി ദ പ ധനി ദ പ പാപ്പ സ സരി നി ദ പ. ഞാൻ ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. ഈ റിസം മുതൽ വായിച്ച് കേൾപ്പിക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് ഏതൊരു യൂട്യൂബ് ചാനൽ പഠിപ്പിക്കുന്നിട്ടാണ് ഞാൻ സംഭവം എഴുതി വെച്ചത്. അപ്പോൾ എന്നോട് ഒരാൾ ഇത് ചോദിച്ചു കഴിയുമ്പോൾ ഞാനത് കയറി യൂട്യൂബ് മൊത്തം തപ്പി നോക്കിയിട്ട് സാധനം കിട്ടിയില്ല. അപ്പോൾ നോട്ട് എഴുതി കൊടുക്കാമെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതിനകത്ത് ഞാൻ നോട്ട് എഴുതി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എഴുതി കൊടുക്കുന്നതിൻ്റെ രീതിയിൽ മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ആയിട്ട് വായിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ അങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ 1-2 പ്രാവശ്യം നോട്ട് നോക്കിയപ്പോൾ എനിക്ക് തന്നെ ഒരു സംശയം, ഇത് ഇങ്ങനെ ആണോ എന്നൊരു സംശയം. അപ്പോൾ ഇതിനകത്തൊരു കോമൺ സ്വരം വരുന്നുണ്ട്. ഞാൻ എന്തായാലും ഇത് കറക്റ്റ് ഇതിൽ തന്നെ ഞാൻ കൊടുത്തേക്കാം. ഇപ്പോൾ പറഞ്ഞ അതിലൂടെ തന്നെ കറക്റ്റ് നോട്ട് തന്നെ കൊടുത്തേക്കാം. കോമൽ സ്വരം വരുന്നുണ്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞതാണ്. ഒരു നോട്ട് തന്നാലും ആ നോട്ട് എവിടെ നിന്നാണ് എടുക്കേണ്ടതെന്ന് മിക്കവരും പറഞ്ഞു തരത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലയോ, റിസസ എന്ന് പറഞ്ഞാൽ നമ്മൾ സായിൽ നിന്നാണ് എടുക്കേണ്ടത്. ചിലരിത് പറയത്തില്ല, ചിലരിത് പറഞ്ഞു തരും.
രീ സ സ രീ രി, ആ സംഭവം. പിന്നെ അവിടെ ഒരു ഗരിസ വരുന്നത് ഞാൻ പറഞ്ഞു. തല വെച്ച് നമ്മളിങ്ങനെ ആക്കുമ്പോഴാണ് ആ സൗണ്ട് കറക്റ്റായിട്ട് വരുന്നത്. തല നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് ആ സൗണ്ട് കയറിയിട്ട് പതുക്കെ തല ആക്കുമ്പോൾ താഴോട്ട് പതുക്കെ ഇറങ്ങും. ഇങ്ങനെ ആക്കുമ്പോൾ ആ ഒരു കയറി ഇറക്കം അതിനകത്ത് വരണം. അപ്പോൾ ഇത് പഠിക്കാൻ പാടില്ലെന്നല്ല, തുടക്കത്തിൽ പഠിക്കുന്നവരൊന്നും ഇത് കയറി നോക്കണ്ട. കാരണം അതിനകത്തൊരു കോമൺ സ്വരം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ കോമൺ സ്വരം ആദ്യം മുതലേ കോമൺ സ്വരം ഉണ്ട്. ആദ്യത്തെ ഒരു ലൈനിൽ മാത്രമേ ഉള്ളൂ. അതിനകത്തുകൊണ്ട് നീ കോമൽ വരുന്നുണ്ട്. എല്ലാ ലൈനകത്തും നീ കോമൽ വരുന്നുണ്ട്, ഒരു സ്ഥലത്തെങ്കിലും വരുന്നുണ്ട്. അപ്പം നീ കോമല എല്ലാ സ്ഥലത്തും, മൊത്തം നീ കോമൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ മഗ മഗ മകരി, ഇത് തന്നെ ആദ്യം പഠിക്കുന്നവർക്ക് ഭയങ്കര പാടായിരിക്കും ചിലപ്പം. മാ എന്ന് പറയുമ്പോൾ നമ്മൾ മാ അല്ല യഥാർത്ഥത്തിൽ വായിക്കുന്നത്. മായാണ് നോട്ട്, മായാണ് കേൾക്കേണ്ട നോട്ടെങ്കിലും ടച്ച് ചെയ്തിട്ട് വായിക്കണം. മായിൽ ടച്ച് ചെയ്യണം. അപ്പം ഇങ്ങനല്ല വായിക്കേണ്ടത്, ഇങ്ങനല്ല വായിക്കേണ്ടത്, ഇങ്ങനല്ല വായിക്കേണ്ടത്. ആ മായ്ക്കൊരു ടച്ച് കൊടുക്കുന്നുണ്ട്. മാഗാമ മാഗാമ മാഗാമ, അങ്ങനെ ഒരു ടച്ച് കൊടുക്കണം. മാഗാമ ഗമ ഗരി സരി ഗരി സരി നീത, ആ നീ കോമലാണ്. സരി നീത മഗമ ഗമ ഗരി സരി ഗരി സരി, സായുണ്ട് അവിടെ. സരി, സരിയിൽ പോട്ട് വേണം വരാൻ. സരി 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 വരും. സരി നീത സരി നീത സരി നീത. ഓക്കെ, സരി നീതയാണ്. സരി നീത സരി നീത പാപ്പ സ സ സരി നീത പാപ്പ സ സ സരി പാപ്പ സ സ സരി പാപ്പ സ സ സരി. അത് വന്നിട്ട് വേണം നീത വായിക്കാൻ. അരി അവിടെ വരണം. ആ ഒരു ലൈനിൽ ശ്രദ്ധിക്കണം. പാപ്പ സ സ സരി നീത ധനിതാപ്പ പാപ്പ സ സരി നീതാപ്പ. അവിടെ പാ എന്നുണ്ടെങ്കിലും പാ വായിക്കത്തില്ല. കൈ കൊണ്ടൊന്നും അവിടെ ടച്ച് ചെയ്യത്തില്ല പായിലോട്ട്. ദായിൽ നിന്ന് നമ്മൾ കൈ പെതുക്കെ താഴോട്ട് കൊണ്ടുപോകത്തേ ഉള്ളൂ. പെതുക്കെ ഇങ്ങനെ താപ്പോട്ട് കൊണ്ടുവന്ന് വെക്കത്തേ ഉള്ളൂ. പാ കേൾക്കേണ്ട ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഒരു പാട്ട് കേൾക്കുമ്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു പാട്ട് പഠിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം എങ്ങനെയൊക്കെയാണ്. കുറച്ച് കാലം കഴിയുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ സംഭവമൊന്നും എനിക്ക് നോട്ട് മാത്രമേ കിട്ടുള്ളൂ. ഇത് ട്യൂട്ടോറിയലേ അല്ല. ഒരാൾ പാട്ട് വായിക്കുന്നു, അതിനടി നോട്ട് കൊടുത്തിരുന്നു, ഞാനത് എഴുതിയെടുത്തു. ആളിത് ട്യൂട്ടോറിയലായിട്ട് നടത്തുന്നില്ല. പക്ഷേ നമ്മൾ തന്നെ വായിച്ച് നമ്മുടേതായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ട് ഇത് നമ്മൾ തന്നെ പഠിക്കണം. എനിക്ക് നോട്ട് മാത്രമേ കിട്ടുള്ളൂ. ഇത് ട്യൂട്ടോറിയലായിട്ട് നടത്തുന്ന വീഡിയോസൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക, പെതുക്കെ പ്രാക്ടീസ് ചെയ്യുക. ചിലവരൊക്കെ ഒറ്റയടിക്ക് പഠിക്കണം എന്നുള്ള രീതിയിൽ നോക്കുക, അത് നടക്കത്തില്ല. ഇപ്പം ഞാൻ പോലും ഇപ്പോഴും ചില പാട്ടുകളൊക്കെ ഞാൻ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തിട്ട് ശരിയാവാത്ത ഒരുപാട് പാട്ടുകളുണ്ട്. അതങ്ങനെ അത് നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് വേണം അത് പഠിക്കാൻ. ഓക്കെ, എന്നാലേ നമ്മൾക്ക് അത് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.